Hello friends, welcome back to my channel Moto Artist. അപ്പോൾ ഇന്ന് ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാ ഈ പിന്നെ കിടക്കുന്ന മുതലാണ് ഏകദേശം 10 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. 2017 മോഡൽ മഹീന്ദ്ര താർ CRD ആണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട ആരും പറയില്ല കേട്ടോ മഹീന്ദ്ര താറാണെന്ന്. കാരണം അത്രയധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളറിവ്. അതിൽ കൂടുതലായിട്ടുണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. കാരണം ഇങ്ങനെ ഒരു വണ്ടി പണിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളെ കൊണ്ട് പറ്റുന്ന വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം ഈ വണ്ടി പണിതതോ കാര്യങ്ങളോ ഒന്നും നമ്മളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ ബോണറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈവൻ ബോണറ്റിൻ്റെ ഹുക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഫ്രാങ്ക്ലറിലൊക്കെ വരുന്ന ഹുക്കാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് മാറിയിട്ടുണ്ട്. ആംഗ്രി ബേർഡിൻ്റെ ഗ്രില്ലാണ് വരുന്നതും. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മുടെ ലോക്കൽ കിട്ടുന്ന സാധനങ്ങളല്ല. ആൻഡ് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് പറഞ്ഞത് ഒറിജിനൽ ഫ്രാങ്ക്ലറിൽ വരുന്ന സ്പെയർ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാ പാർട്സിനും കാണുന്നുണ്ട്. ആൻഡ് നമുക്ക് ഫ്രണ്ടിലെ ബമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പറും അത് തന്നെ ഒരു ഹിഞ്ചും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ പാർട്ടിലാണ് ബമ്പർ വരുന്നത്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങിലായിട്ടുള്ള ഒരു ഹിഞ്ചും കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി എവിടെ കുടുങ്ങി കഴിഞ്ഞാലും ഹിഞ്ച് വെച്ചിട്ട് വലിച്ചിട്ട് കയറാൻ പറ്റും. അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് പർപ്പസിനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. സൈഡിലോട്ട് വരുമ്പോൾ സൈഡിലൊക്കെ ഒരുപാടധികം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ വീലാർച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നോക്കാം. ഇത് സാധാരണ മഹീന്ദ്ര താറിൽ വരുന്ന വീലാർച്ചോ കാര്യങ്ങളൊന്നല്ല. ഒരുപാടധികം വണ്ടി ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ 2 ചാനൽ കൂടുതൽ ഇവിടെ ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ടയറിൻ്റെ ഹൈറ്റും അപ്സൈസ് ചെയ്തിട്ടുണ്ട്. MT ടയേഴ്സ് ആണ് വരുന്നത്. ഏകദേശം 33 സൈസിൽ വരുന്ന MT ടയേഴ്സ് ആണ്. ഒരു ടയറിന് ഏകദേശം 15 രൂപേൻ്റെ മേലെ നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഇത്രയും പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ചെറിയ പൈസയ്ക്ക് ഈ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിൻ്റെ പൈസയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആൻഡ് സൈഡിലോട്ട് നോക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ ഇവിടെ ഒരു ജീപ്പിൻ്റെ എന്നുള്ള ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൽ വിട്ടു പോയിട്ടുള്ളൊരു സാധനമുണ്ട്. ഒരു ഹൈജാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടികളൊക്കെ ജാക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജാക്കിയാണ് ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടികൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൊക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് 2 ഫോഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മെറ്റലാണ് പീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പാർട്സാണ് ഈ വണ്ടിയിൽ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജീപ്പ് റാംഗ്ലറിൽ വരുന്ന അതേപോലത്തെ തന്നെ ഒരു സൈഡ് മിറേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഹാൻഡിലും വിട്ടുപോയി. ഡോർ ഹാൻഡിലും വരുന്ന ജീപ്പ് റാംഗ്ലറിൽ വരുന്ന അതുപോലെ തന്നെ ഉള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് പാർട്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ എല്ലാ പാർട്സിലും കാണുന്നുണ്ട്. സൈഡിൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ പണിതിട്ടുള്ള വണ്ടിയാണ്. ആൻഡ് ഹാർഡ് ടോപ്പ് നമുക്ക് മഹീന്ദ്ര താർ നിങ്ങൾക്ക് അറിയാലോ, സോഫ്റ്റ് ടോപ്പ് വരുന്ന വണ്ടിയാണ്. ഹാർഡ് ടോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ക്വയർ ഷേപ്പിൽ ഇപ്പം നമ്മൾ 2022 കണ്ടിട്ടുള്ള താറിൻ്റെ പോലെ ഹാർഡ് ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്സും ഈവൻ ഓരോ പിൻ ടു പിൻ വർക്കുകളും നല്ല നോക്കിയിട്ട് ചെയ്തിട്ടുള്ള വർക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയിൽ കാണുന്നുണ്ട് കേട്ടോ. ബാക്ക് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമുക്ക് ടൈൽ ലൈറ്റ് മാറിയിട്ടുണ്ട്. ടൈൽ ലൈറ്റ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ടയർ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ MT ടയേഴ്സ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ബമ്പറും അതുപോലെ തന്നെ കസ്റ്റം ചെയ്തിട്ടുണ്ട്. മെറ്റലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബമ്പറാണ് ബാക്കിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വണ്ടിയിലും ഒരു കാണുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിലെ സ്റ്റെപ്പിന് ഈ ഡോറിൽ വെക്കുന്നുണ്ട്. അത് വെയിറ്റ് താങ്ങാണ്ട് ബാക്കിലെ ഡോറ് കംപ്ലയിൻറ്റ്സ് ആയി വരാറുണ്ട്. നമ്മൾ പൊതുവേ ജീപ്പിലൊക്കെ വർക്ക് എടുക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ കംപ്ലയിൻറ്റ് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് സെപ്പറേറ്റ് ഒരു കരിയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമല്ല കാണിച്ചു കൊടുത്താൽ ഈ സ്റ്റെപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് കരിയർ കൊടുത്തിട്ടുണ്ട്. അത് ബമ്പറിലോട്ടാണ് കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഡോറിനോ കാര്യങ്ങളിലോ യാതൊരു കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ഈ സൈഡിലോട്ടും യാതൊരു ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഫ്രാങ്ക്ലറിൻ്റെ ഡോറ്, അതുപോലെ തന്നെ ഈ ഹൈറ്റ് സ്റ്റെപ്പ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സൈഡിലും പറയാനുള്ളത്. ഇനി ഇൻറ്റീരിയറിലും ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലോട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഹൈറ്റ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒന്ന് വണ്ടി കയറണമെങ്കിൽ എന്തായാലും ഇവിടെ പിടിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കരിയറും പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇൻറ്റീരിയർ സൈഡിൽ നല്ല റാലി സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വെട്ടിട്ടുള്ളതും. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് റെഡിലുള്ള കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു നല്ല ക്ലീൻ സ്പെക്കായിട്ട് തോന്നും.
അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറയാൻ മറന്നു, ഒരു വലിയൊരു ബാർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പോലത്തെ ചീപ്പ് സാധനമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാർ ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോർക്കിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് വെള്ളത്തിലൂടെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ സ്നോർക്കിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഔട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്നോർക്കിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. വണ്ടിയിൽ ഒരുപാട് ലൈറ്റ് ഫിറ്റിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാർ ലൈറ്റ്, ഇവിടെ ഫോഗ് ലൈറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓണാക്കി കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക്. ഭയങ്കര ഭംഗിയല്ലേ, ഒരുപാടധികം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടെ ലൈറ്റ് ആണ്. കാരണം അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും വേണം നിങ്ങൾക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ. അതിനനുസരിച്ചുള്ള നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്ന നല്ല ക്വാളിറ്റിയിലെ ലൈറ്റ്സും കാര്യങ്ങളാണ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയിലെ സസ്പെൻഷൻസ് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡ്സിൻ്റെ സസ്പെൻഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം പറഞ്ഞല്ലോ, വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലിഫ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്ക് സെയിലിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. നിലവിൽ 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള CRD എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.